ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലൂടെ നാം സഞ്ചരിക്കുകയാണ്. ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൂട്ടിക്കൊണ്ടുവരുന്നു. വചനത്തെ നമ്മൾ സ്വാംശീകരിക്കുന്നു. ആ വചനത്തെ നമ്മൾ മാംസം ധരിച്ച് കൊടുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്താൻ, മാംസം ധരിക്കാൻ തക്കവണ്ണം വചനം ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ഉള്ളിലും ഒക്കെ രൂപപ്പെടുക്കാനായി ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇടപെടണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വർഗീയ മധ്യസ്ഥരെ, ഞങ്ങൾ വചനത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി, വചനത്തിൽ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് നമ്മുടെ ഒരു ധ്യാന വിഷയം. 1 തെസ്സലോനിക്കർ 4:3. വാക്യം എങ്ങനെയാണ്? നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് ദൈവത്തിൻ്റെ അഭിലാഷമാണ്. വേണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒന്നല്ല, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്, പ്രതീക്ഷിക്കുന്ന ഒന്നാണ് നാം വിശുദ്ധിയിൽ ജീവിക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് കടമയുണ്ട്. കാരണം എന്താണ്? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് വായിക്കുന്ന സമയത്ത് 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം തൻ്റെ സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു ജീവികളെയും സൃഷ്ടിച്ചതുപോലെയല്ല, തൻ്റെ സാദൃശ്യത്തിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ജീവിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഉദാഹരണം, മനുഷ്യരുടെ മകനായി ജനിക്കുന്ന വ്യക്തി മനുഷ്യനാണ്. അപ്പോൾ അവൻ മനുഷ്യനെ പോലെ ജീവിക്കണം. മനുഷ്യൻ്റെ പ്രകൃതങ്ങൾ അവൻ ജീവിതത്തിൽ കാണിക്കണം. അവനിൽ നിന്ന് നമ്മൾ മൃഗവാസനകൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ എത്ര വന്നാലും ചോദിക്കും, നീ മനുഷ്യനല്ലേടാ, നീ മനുഷ്യനല്ലേ? അപ്പോൾ മനുഷ്യനിൽ നിന്ന് മനുഷ്യർ പ്രതീക്ഷിക്കുന്നത് മനുഷ്യ സഹജമായ പ്രവൃത്തികളാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇനി ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഇടപെടൽ കൂടി ദൈവം നടത്തുന്നത് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതായത്, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും ജീവനുണ്ടായിരുന്നു. പക്ഷി, മൃഗം, എല്ലാത്തിനും സൃഷ്ടിയിൽ തന്നെ ജീവനുണ്ട്. എന്നാൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ജീവനില്ലായിരുന്നു. തൻ്റെ കൈകൾ കൊണ്ട് മെനഞ്ഞ മനുഷ്യന് ജീവനില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് ദൈവം പകർന്നു കൊടുത്തത് തൻ്റെ തന്നെ ജീവനാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ജീവൻ പകുത്തുവാങ്ങിയ മനുഷ്യരാണ് നമ്മൾ.
അപ്പം അതിൻ്റെ അർത്ഥം നാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഇവിടെ ജീവിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന് സമാനമായൊരു വാക്യം ഫിലിപ്പിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാരോട് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവർ, രണ്ടും രണ്ട് തട്ടിൽ ജീവിക്കേണ്ട ആളുകളല്ല. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഏതു മനോഭാവവും നമുക്ക് വേണമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, അതേത് മനോഭാവമാണ്? ക്രിസ്തുവിൻ്റെ സകല മനോഭാവങ്ങളും നമ്മളിൽ ഉണ്ടാകണമെന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഇത്ര കൊണ്ടൊക്കെ പറ്റുള്ളൂ, മനുഷ്യരായ ഇച്ചിരി അതും ഇതും കുറവുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മുടെ കുറവുള്ള ജീവിതത്തെ സാമാന്യവൽക്കരിച്ച് നമ്മൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പ്രവണത, അതിനെക്കുറിച്ചാണ് പരിശോധിക്കേണ്ടത്. അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാരോട് പറയുന്നത്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെ അസൂയാലുവായ കർത്താവാണെന്നും അസഹിഷ്ണുവായ കർത്താവാണെന്നും ഒക്കെ ആണ് ഗ്രന്ഥകാരന്മാർ അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ പാപങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് അവതരിപ്പിക്കുന്നത്. തിരിച്ചു വാ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്ന ഒരു ദൈവത്തെ, പാപങ്ങളോടും പാപിയായ മനുഷ്യനോട് അസഹിഷ്ണുത കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് പഴയ നിയമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ പ്രിയപ്പെട്ടവരെ, പാപിയുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ, വിശുദ്ധിയിലേക്കൊരു മനുഷ്യൻ തിരിച്ചു വരാൻ വേണ്ടി വാതിൽപ്പടിയിലല്ല വഴിയരികിൽ കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് പുതിയ നിയമം അവതരിപ്പിക്കുന്നത്. വാതിൽപ്പടിയിലല്ലെന്ന്, വഴിയരികിൽ കാത്തു നിൽക്കുന്ന ഒരു ദൈവം. ലൂക്കാസ് സുവിശേഷം അവതരിപ്പിക്കുന്ന ധൂർത്തപുത്രൻ്റെ ഉപമ അതാണ്. മനുഷ്യൻ അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. മകൻ അപ്പം കാത്തിരിക്കുക വഴിക്കണ്ണുമായിട്ട്. ഒരു വശത്ത് അശുദ്ധിയിൽ നിന്നും മറ്റൊരശുദ്ധിയിലേക്ക് അങ്ങനെ യാത്ര ചെയ്ത് അവസാനം നമ്മൾ എത്തി നിൽക്കുന്ന എന്താണ്? പന്നികളുടെ കൂടെ കിടന്ന്, അതായത് അശുദ്ധിയുടെ അങ്ങേയറ്റം, പന്നികളുടെ കൂടെ കിടന്ന് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂട്ടണ അശുദ്ധൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് എത്തുന്ന മനുഷ്യൻ. അപ്പോഴും ഒരപ്പൻ വഴിക്കണ്ണുമായി വഴിയരികിൽ കാത്തു നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിലേക്ക് ഒരു മനുഷ്യൻ തിരിച്ചു വരണമെന്നുള്ള ദൈവത്തിൻ്റെ അടങ്ങാത്ത ദാഹത്തെയാണ് തിരുവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നോക്കിയേ, തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 4:3 നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. 4:7 വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് എന്താണ്? അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം എന്നത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. അത് ചിലർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒന്നല്ല. അൽഫോൻസാമ്മയ്ക്കോ ചാവറയച്ചനോ യുപ്രാസിയാമ്മയ്ക്കോ മദർ തെരേസയ്ക്കോ ജോൺ പോൾ രണ്ടാമൻ പാപ്പായ്ക്കോ ഒക്കെ വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒന്നല്ല വിശുദ്ധിയുടെ ജീവിതം. ചിലപ്പോൾ നമുക്കൊരു ധാരണയുണ്ട്, ഒരൽമായന്, ഭൗതിക ജീവിതവുമായി ഇടകലർന്ന് ജീവിക്കുന്ന ഒരൽമായന് വിശുദ്ധി സാധ്യമല്ല എന്ന അബദ്ധ ചിന്ത പോലും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ഭരിക്കുന്നുണ്ട്. വിശുദ്ധി അത് അച്ഛനായാലും മെത്രാനായാലും അൽമായനായാലും കുഞ്ഞായാലും വലുതായാലും വിശുദ്ധി എല്ലാ മനുഷ്യരുടെയും കടമയാണ്. പ്രഥമമായും പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. എല്ലാ മനുഷ്യരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖകളിൽ
അൽമായരെക്കുറിച്ച് പറയുന്ന അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ 4-ാമത്തെ അധ്യായം അൽമായനെക്കുറിച്ച് പ്രത്യേകം പറയുന്ന ഇതാണ്: ഭൗതിക മണ്ഡലത്തിൽ വ്യാപരിച്ചുകൊണ്ട്, അല്ലാതെ ഭൗതിക മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടല്ല. അത് രാഷ്ട്രീയത്തിലാവാം, കച്ചവടത്തിലാവാം, അത് സ്കൂൾ അധ്യാപകനായിട്ടാവാം, ടാപ്പിംഗ് തൊഴിലാളിയായിട്ടായിരിക്കാം, ചുമട്ടു തൊഴിലാളി ആയിട്ടായിരിക്കാം, അത് ബസ് ഡ്രൈവറായിട്ടായിരിക്കാം, ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടായിരിക്കാം. ഭൗതിക മണ്ഡലത്തിൽ വ്യാപരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അൽമായർ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ഭൗതിക മണ്ഡലത്തിൽ വ്യാപരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം ആർക്കെങ്കിലും വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒന്നല്ല. വിശുദ്ധി എൻ്റെയും നിങ്ങളുടെയും കടപ്പാടാണ്, കടമയാണ്. ദൈവം അത് നമ്മിൽ നിന്നും അഭിലഷിക്കുന്നതാണ്. ഇനി വിശുദ്ധ ജീവിതത്തോട് പ്രിയപ്പെട്ടവരെ എന്തുമാത്രം മനുഷ്യരെ വിശുദ്ധ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതായിട്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യരുടെ അടുത്തേക്കുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ ഇറങ്ങി വരവ് പോലും മനുഷ്യൻ തൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയ സമയത്താണ്. ദൈവത്തിൻ്റെ അന്വേഷിച്ചു വരവ് പോലും, മനുഷ്യനെ അന്വേഷിച്ചുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ ഇറങ്ങി വരവ് പോലും മനുഷ്യൻ അശുദ്ധിയിൽ നിൽക്കുന്നത് കണ്ടപ്പോഴാണ്. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതുപോലെ ഉൽപ്പത്തി 3:8, വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് ഏദൻ തോട്ടത്തിൽ ഉലാത്താൻ വന്നു. അശുദ്ധനായി ജീവിക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്കുള്ള ദൈവത്തിൻ്റെ വരവ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാർ അയക്കപ്പെടുന്ന ആരുടെ അടുക്കിലേക്കാണ്? യെശയ്യാ, ജെറമിയ, ആമോസ്, മിക്ക, ഇവരൊക്കെ വരുന്ന ആരുടെ അടുക്കിലേക്കാണ്? പാപത്തിനടിമപ്പെട്ട് അശുദ്ധ ജീവിതം നയിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്കാണ് അവർ അയക്കപ്പെടുന്നത്. എന്തിന്? അശുദ്ധിയിൽ നിന്നും പിന്തിരിയാനുള്ള ആഹ്വാനവുമായിട്ട്. അപ്പോൾ മനുഷ്യൻ വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, പദ്ധതിയാണ്. എന്തിനാണ് പ്രവാചകന്മാർക്ക് ശേഷം എന്തിനാണ് തൻ്റെ ഓമൽ കുമാരനെ അയക്കുന്നത്? മനുഷ്യനെ വിശുദ്ധിയിലേക്ക്, പ്രവാചകന്മാരിലൂടെ വിശുദ്ധിയിലേക്ക് മനുഷ്യനെ നയിക്കാൻ നടത്തുന്ന ശ്രമങ്ങളിൽ മനുഷ്യൻ ഉയരുന്നില്ലെന്ന് കണ്ടപ്പോൾ അവനെ കൈപിടിച്ചുയർത്താൻ, അവനെ കയ്യെ പിടിച്ചുയർത്താൻ മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവം തൻ്റെ ഓമൽകുമാരനെ അയക്കുന്നത് മനുഷ്യനെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്താനാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് കർത്താവ് പാപം ചെയ്തവരോട് കാണിക്കുന്ന ആ ഒരു മൃദുഭാവം കണ്ടോ? വിശുദ്ധിയിലേക്ക് വിളിക്കാനുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതി. എപ്പോഴൊക്കെ മനുഷ്യർ അകന്നു പോകുന്നോ അപ്പോഴൊക്കെ ദൈവം ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്ന് പഴയ നിയമഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ പുതിയ നിയമത്തിലുമുണ്ട്. 2 സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ സംഭവിക്കുന്നൊരു കാര്യം. 21-ാം അധ്യായത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ദിവസം വൈകുന്നേരം പത്രോസ് പറഞ്ഞു, അതായത് ക്രിസ്തു മരിച്ചു, ക്രിസ്തുവിനെക്കുറിച്ച് ഇവർക്കൊരു ധാരണയും ഇല്ല, ഒരു പരിധിവരെ ഇവർ നിരാശരാണ്, പ്രത്യാശ നഷ്ടപ്പെട്ടവരാണ്, അസന്തുഷ്ടരാണ്. പത്രോസ് ഒരു ദിവസം വൈകുന്നേരം വിളിച്ചു പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. പഴയ പണിയിലേക്ക് തിരിച്ചു പോകുന്നെന്നോ എന്തും ആവാം. മറ്റ്6 പേർ കൈപൊക്കി, ഞങ്ങളും വരുന്നു. അപ്പോൾ നോക്കണം, 11 ഉള്ളൂ. ആ 11-ൽ നിന്ന് 7 പേര് തലേ രാത്രി തീരുമാനമെടുത്തു, നമുക്ക് പോയേക്കാം. അങ്ങനെ ആ വലയും വള്ളവും എടുത്ത് അവർ പോവുകയാണ്. നോക്കണം പ്രിയപ്പെട്ടവരെ, ഒരു തിരിച്ചു നടത്തമാണ്, അവരുടെ തിരിച്ചു നടത്തമാണ്, ഉപേക്ഷിച്ചതിലേക്കുള്ള തിരിച്ചു നടത്തമാണ്, വേണ്ടെന്ന് വെച്ചതിലേക്കുള്ള തിരിച്ചു നടത്തമാണ്. പോയി ആ രാത്രി മുഴുവനും തിബേരിയൂസ് തടാകത്തിൽ അരിച്ചു പെറുക്കിയിട്ട് ഒരു ചെറുമീൻ പോലും കിട്ടാതെ പിറ്റേന്ന് നേരം വെളുക്കുന്നതിനും പരപരാ വെളുക്കണ സമയത്ത് തിരിച്ചു വരുന്നുണ്ട് 7 എണ്ണം. രക്തമയമില്ല മുഖത്ത്. കാരണം
3 വർഷം കൊണ്ട് പഠിച്ച തൊഴിൽ പോലും മറന്നുപോയതിൻ്റെ നഷ്ടബോധമാകാം. തല ഉയർത്താൻ പറ്റണില്ല കുറ്റബോധം കൊണ്ട്. ഗുരു ഇത് പറഞ്ഞിട്ടല്ല പോയത്. പ്രിയപ്പെട്ടവരെ, തിരിച്ച് അവർ കരയിൽ വരുമ്പോൾ കണ്ട കാഴ്ച എന്താ? കരയിൽ ഗുരു കാത്തു നിൽക്കുന്നു. കരയിൽ ഗുരു കാത്തു നിൽക്കുന്നു. കണ്ടോ? വഴിതെറ്റിപ്പോയവരെ അന്വേഷിച്ച് അവരുടെ പിന്നാലെ പോയി, അവർ പോയടുത്തെത്തി, അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു തിരിച്ചു കൊണ്ടുവരാൻ. അപ്പം ചുട്ട് കാത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടി. തിരിച്ചു വരാതിരിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? വിശുദ്ധിയിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റുമോ? അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അശുദ്ധ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നവനാണ് കർത്താവ്, വിശുദ്ധിയിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരാൻ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കണ്ടതുപോലെ അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് തൻ്റെ മകൻ പോകുമ്പോഴും വഴി കണ്ണുമായിട്ട് വഴിയോരത്ത് കാത്തു നിൽക്കുന്നു ഇവൻ തിരിച്ചു വരാൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിലേക്ക് തിരിച്ചു വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള സ്വപ്നമാണ്, പദ്ധതിയാണ്. രണ്ടാമത്തെ സംഭവം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വർണ്ണിക്കുന്നതാണ് 24-ാമത്തെ അധ്യായത്തിൽ. അത് ഒരു സുപ്രഭാതത്തിൽ 2 ശിഷ്യന്മാർക്ക് തോന്നിപ്പോയേക്കാം. 11 ഉണ്ട്, 2 പേർക്ക് തോന്നിപ്പോയേക്കാം. അവർ പോകുന്നത് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്കാണ്. ജെറൂസലേമിൽ നിന്നും അകലെ പോവുകയാണ്, വിശുദ്ധിയിൽ നിന്ന് അകന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കാം. വിശുദ്ധിയിൽ നിന്ന് പടിയിറങ്ങി പോവാം, അതിനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ശരീരത്തിലാണ് ജീവിക്കുന്നത്, ലോകത്തിലാണ് ജീവിക്കുന്നത്. ജഡിക താല്പര്യങ്ങൾ നമ്മളെ മാടി വിളിക്കും. ലോകം നമ്മളെ മാടി വിളിക്കും. വളരെ കളർഫുള്ളായിട്ട് സൗന്ദര്യപ്രദമായിട്ട് ലോകം നമ്മളെ മാടി വിളിക്കും, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇതൊക്കെ ലോകത്തിൻ്റെ പ്രവണതയാണ്. ഇവിടെ ജെറൂസലേമിൽ നിന്നും പടിയിറങ്ങി പോവുകയാണ്. വിശുദ്ധിയിൽ നിന്നും പടിയിറങ്ങുന്ന 2 പേർ. പിന്നാലെ പോവുകയാണ് ഗുരു, പിന്നാലെ പോവുകയാണ്. വിശുദ്ധിയിൽ നിന്നും അശുദ്ധിയിലേക്ക് ഒരുവൻ യാത്ര ചെയ്യുമ്പോൾ പിന്നാലെ വരുമെന്ന് കർത്താവ് തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ പിന്നാലെ പോയി. എവിടം വരെ പോയി? അവർ പോയടം വരെ പോയി. എന്നിട്ടോ ആ രാത്രി സത്രത്തിൽ തങ്ങി. അപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അശുദ്ധിയിലേക്കുള്ള യാത്ര ദൈവത്തിന് ഉൾക്കൊള്ളാനാവില്ല. മനുഷ്യൻ്റെ അശുദ്ധിയിലേക്കുള്ള യാത്ര. നമ്മുടെ ഒരു പ്രതിസന്ധി, നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ അശുദ്ധിയിലേക്ക് നടക്കാനുള്ള പ്രവണത നമ്മുടെ ശരീരത്തിനുണ്ട്. വെറുപ്പ്, വൈരാഗ്യം, ഏഷണി, കോപം, കലഹം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ വാസനകളാണ്. ഇങ്ങോട്ട് ഒരുത്തൻ തെറ്റ് ചെയ്താൽ തിരിച്ച് തെറ്റ് ചെയ്യുക, എന്നെ കളിപ്പിച്ചാൽ തിരിച്ച് കളിപ്പിക്കുക, എന്നോട് മിണ്ടാണ്ടിരുന്നാൽ തിരിച്ച് അവനെ മിണ്ടാണ്ടിരിക്കുക, എന്നോട് വെറുപ്പ് കാണിച്ചാൽ തിരിച്ച് വെറുപ്പ് കാണിക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിൽ നിന്നും അശുദ്ധിയിലേക്ക് പടിയിറങ്ങാൻ വളരെ എളുപ്പമാണ്. ലോകത്തിൻ്റെ മായിക വലയത്തിൽ പെടുക, പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും കാണിക്കുക, എങ്ങനെയും പണം ഉണ്ടാക്കുക, ധാർമ്മികത നഷ്ടപ്പെടുത്തുക, ആത്മീയത നഷ്ടപ്പെടുത്തുക, ലൈംഗിക അരാജകത്വങ്ങൾക്ക് അടിമയാകാൻ ശരീരത്തിൻ്റെ വെമ്പലുകൾക്ക് ആ പ്രചോദനങ്ങൾക്ക് പുറകെ പോവുക, വിശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് പോകാനായിട്ടുള്ള പ്രവണത പ്രിയപ്പെട്ടവരെ നമ്മളിൽ ശക്തമാണ്. അതാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആ സുന്ദരമായ പ്രാർത്ഥന ഈശോയുടെ 17-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇതൊരു മനോഹരമായ പ്രാർത്ഥനയാണ്. അവരും എന്നതിനകത്ത് ഞാനും നിങ്ങളും പെടും. അവരും ഈ ഇരിക്കുന്ന നമ്മൾ പെടും പ്രിയപ്പെട്ടവരെ. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർ വിശുദ്ധീകരിക്കപ്പെടണം. അതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ പ്രാർത്ഥന മാതാപിതാക്കളുടെ പ്രാർത്ഥനയാകണം. എൻ്റെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇത് അധ്യാപകരുടെ പ്രാർത്ഥനയാവണം. എൻ്റെ കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു.
ഇത് പുരോഹിതരുടെ പ്രാർത്ഥനയാവണം. എൻ്റെ ഇടവകയിലെ ഓരോ മക്കളും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇത് സന്യാസികളുടെ പ്രാർത്ഥനയാവണം. ഈ ലോകത്തിലുള്ള മനുഷ്യർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ യുവജനങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങളുടെ പിന്നാലെ വരുന്ന കൗമാര തലമുറ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാനെന്ന യുവാവ്, ഞാനെന്ന യുവതി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പം നമ്മുടെ കൗമാരക്കാർ ഇത് ഏറ്റുപിടിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ബാലികാബാലന്മാർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എൻ്റെ കൗമാരപ്രായത്തെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിൽ ജീവിക്കാനുള്ളൊരു ആഹ്വാനം എത്ര ആഴത്തിലാണ് തിരുവചനം നമുക്ക് നൽകുന്നത്. വിശുദ്ധി നഷ്ടപ്പെടുന്നതിനെ തിരുവചനം എത്ര നൊമ്പരത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവജനങ്ങളോട് പറഞ്ഞത്, ഹേ യുവജനങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാകാൻ നിങ്ങൾ മടി കാണിക്കരുത്, ഭയം കാണിക്കരുത്. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന, നമ്മുടെ കേരളക്കരയിൽ നിന്ന് വിശുദ്ധരായ അൽഫോൻസാമ്മയും എവുപ്രാസ്യാമ്മയും ചാവറയച്ചനും മദർ തെരേസയും, ഈ കേരള മണ്ണിനോട്, ഭാരത മണ്ണിൽ നിന്ന് വിശുദ്ധയായ മദർ തെരേസയും, ഈ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനോട് പറയുന്ന വിളി എന്താ? വിശുദ്ധരാകാൻ. പ്രിയ യുവജനങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സന്യാസികളെ, വിശുദ്ധരാകാൻ നിങ്ങൾ മടി കാണിക്കരുത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി കൊണ്ടല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ നേതൃത്വം കൊടുക്കാനാവില്ല. സഭയ്ക്ക് ഈ ലോകത്തിൽ നേതൃത്വം കൊടുക്കണമെങ്കിൽ സഭ വിശുദ്ധയാകണം. വിശുദ്ധി കൊണ്ടല്ലാതെ ഈ ലോകത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കാൻ ആർക്കുമാവില്ല. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വഴുതിപ്പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെങ്കിൽ ഇവിടെ ഈ ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ വിശുദ്ധരാവശ്യമാണ്. ഓരോ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ, ദൈവം ലോകത്തിൽ വിശുദ്ധരെ ഉയർത്തിക്കൊണ്ടുവന്നു. ഓരോ കാലഘട്ടത്തിലും ഫ്രാൻസിസ് അസീസി, ഇഗ്നേഷ്യസ് ലയോള, ഫ്രാൻസിസ് സേവ്യർ, കുരിശിലെ വിശുദ്ധ യോഹന്നാൻ, അമ്മ ത്രേസ്യ, ഇതൊക്കെ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന വിശുദ്ധരാണ്. ഇന്ന് മദർ തെരേസയും അൽഫോൻസാമയും ചാവറയച്ചനും എവുപ്രാസ്യാമ്മയും ഒക്കെ പോലെ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന വിശുദ്ധരാണ്. എന്തിനാ? ലോകത്തെ വിശുദ്ധീകരിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം അത് നമ്മുടെ ദൗത്യമാണ്. ദൈവം അഭിലഷിക്കുന്ന ഓരോരുത്തരും വിശുദ്ധരാവാൻ. കാരണം നാം ദൈവത്തിൻ്റെ ജീവൻ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലൂടെ ദൈവത്തിൻ്റെ ജീവൻ പങ്കിട്ടു വാങ്ങിയ ആളുകളാണെങ്കിൽ ആ വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ വിശുദ്ധരെ തന്ന് ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. വിശുദ്ധരായി ജീവിക്കാനുള്ള വിളി ഞങ്ങളുടെ കൗമാരക്കാരും കുഞ്ഞുങ്ങളും യുവതി യുവാക്കളും ഞങ്ങളുടെ ദമ്പതികളും എല്ലാവരും ഏറ്റെടുക്കാൻ വേണ്ടി, വിശുദ്ധരായി തീരാനുള്ള ആഹ്വാനം ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.